സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങൾ ശ്രവിക്കുന്നത് ജീസസ് വോയിസ് മെസ്സേജ്. എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു തിരുവചനം വായിക്കുന്നു. 2 ദിനവൃത്താന്തം അധ്യായം 14, 12 തിരുവചനം. അപ്പോൾ യഹോവ ആസായുടെയും യഹൂദരുടെയും മുമ്പിൽ കൂശ്യരെ തോൽക്കുമാറാക്കി. കൂശ്യർ ഓടിപ്പോയി. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട 2 ദിനവൃത്താന്തം 14 അധ്യായം 12 തിരുവചനത്തിൽ യഹൂദിയിൽ രാജാവായ ആസ എന്ന രാജാവ് തൻ്റെ സൈന്യവുമായി കൂശ്യരായ 10 ലക്ഷം സൈന്യത്തിൻ്റെ മുമ്പിൽ വിജയം നേടുന്നതാണ്. എങ്ങനെയാണ് 10 ലക്ഷം പേർ അടങ്ങുന്ന കൂശ്യരായ സൈന്യത്തിൻ്റെ മുമ്പിൽ ഒരു ചെറിയ സമൂഹം യഹൂദരായ ആസായും തൻ്റെ സൈന്യവും വിജയിച്ചത്? ഈ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിന് ആധാരമായിരിക്കുന്നത്. അബിയാവ് എന്ന് പറയുന്ന ഒരു രാജാവിൻ്റെ മരണശേഷം അടുത്ത കിരീടാവകാശിയായ ആസ യഹൂദിയിൽ രാജാവാവുകയാണ്. രാജാവായി കുറേ നാൾ ദേശത്തിൽ സ്വസ്ഥതയും വിശ്രമവും സമാധാനവും ഉണ്ടായി. അങ്ങനെ അവർ സ്വസ്ഥതയോടും സമാധാനത്തോടും നിർഭയവാസത്തോടും കൂടെ കഴിയുമ്പോൾ കൂശ്യനായ സേരഹ് 10 ലക്ഷം വരുന്ന ഒരു സൈന്യവുമായി, അതുപോലെ 300 രഥങ്ങളുമായി, ഇങ്ങനെ വലിയ യുദ്ധസന്നാഹത്തോടെ യഹൂദ്യരുടെ മേൽ യുദ്ധത്തിന് അണിനിരക്കുകയാണ്. ഈ യുദ്ധം ജയിക്കുവാൻ ദൈവഭയത്തോടും ദൈവസ്നേഹത്തോടും ദൈവഭക്തിയോടും രാജാവായി ദേശത്തെ വാഴുന്ന ആസ രാജാവ് ചെയ്തത് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന ഒറ്റ വചനത്തിൽ ഒതുങ്ങുകയാണ്. നീണ്ട വലിയ ഒരു പ്രാർത്ഥനയൊന്നുമല്ല ആസ കഴിച്ചത്. ഒരു വാക്യത്തിൽ ഒതുങ്ങുന്ന ചെറിയൊരു പ്രാർത്ഥന. എന്നാൽ ആ പ്രാർത്ഥനയിൽ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ആസായ്ക്ക് കഴിഞ്ഞു. ആസായുടെ ആ പ്രാർത്ഥന 2 ദിനവൃത്താന്തം 14:11 ഇങ്ങനെ നാം കാണുന്നു. ആസ തൻ്റെ ദൈവമായ യഹോവയെ വിളിച്ചപേക്ഷിച്ചു. യഹോവേ, ബലവാനും ബലഹീനനും തമ്മിൽ കാര്യമുണ്ടായാൽ സഹായിപ്പാൻ നീയല്ലാതെ മറ്റാരുമില്ല. ഞങ്ങളുടെ ദൈവമായ യഹോവേ, ഞങ്ങളെ സഹായിക്കണമേ. നിന്നിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. നിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഈ പുരുഷാരത്തിന് നേരെ പുറപ്പെട്ടു വന്നിരിക്കുന്നു. യഹോവേ, നീ ഞങ്ങളുടെ ദൈവം. മർത്യൻ നിൻ്റെ നേരെ പ്രബലനാകരുതേ എന്ന് പറഞ്ഞു. ഇത്രയുമാണ് ആസായുടെ പ്രാർത്ഥന. എന്നാൽ ഈ ഒറ്റവാക്യ പ്രാർത്ഥനയിൽ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ, ദൈവകടാക്ഷം ലഭിക്കുവാൻ, ആസായ്ക്ക് ഉത്തരം നൽകുവാൻ ആവശ്യമായതൊക്കെ ഉണ്ടായിരുന്നു. ഈ പ്രാർത്ഥനയിൽ ആസ യഹോവയായ ദൈവത്തെ ദൈവമായി സ്വീകരിക്കുന്നു. ഈ പ്രാർത്ഥനയിൽ ആസ ദൈവത്തിൽ ആശ്രയിക്കുന്നു. ഈ പ്രാർത്ഥനയിൽ ആസ ദൈവത്തിൻ്റെ കൃപയ്ക്കായി, ദൈവത്തിൻ്റെ സഹായത്തിനായി അഭ്യർത്ഥിക്കുന്നു. താഴ്മയോ വിനയോ ധരിച്ചുകൊണ്ട് ആസ പ്രാർത്ഥിച്ചു.
ദൈവത്തിൽ ശരണപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയുടെ ഒരു ഭാഗം, ദൈവമേ, ബലവാനും ബലഹീനനും തമ്മിൽ കാര്യമുണ്ടായാൽ അഥവാ യുദ്ധമുണ്ടായാൽ സഹായിപ്പാൻ നീ മാത്രമാണ് ശക്തനെന്നാണ്. ഈ പ്രാർത്ഥന കേട്ട ദൈവം യഹൂദ്യരുടെയും ആസായുടെയും മുമ്പിൽ കൂശ്യരെ തോൽക്കുമാറാക്കിയെന്നാണ് നാം കാണുന്നത്. യുദ്ധസമാനമായ നമ്മുടെ ജീവിത സാഹചര്യത്തിൽ എങ്ങനെയാണ് വിജയമുണ്ടാകുന്നത്? ആസായെ പോലെ പ്രാർത്ഥിക്കാം, നമ്മെ തന്നെ സമ്പൂർണ്ണമായി താഴ്ത്തി സമർപ്പിക്കാം, വിജയം നേടാം. ആമേൻ. എൻ്റെ ദൈവത്താൽ നിശ്ചയം അനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. തൻ്റെ വചനം പോലെ ഞാൻ ചെയ്യും, തൻ്റെ വഴിയിൽ തന്നെ നടക്കും. എൻ്റെ ദൈവത്താൽ നിശ്ചയം അനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. തൻ്റെ വചനം പോലെ ഞാൻ ചെയ്യും, തൻ്റെ വഴിയിൽ തന്നെ നടക്കും. ദേശത്തിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും, ജോലിയിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും. ദേശത്തിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും, ജോലിയിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും. എൻ്റെ വീട്ടിൽ ആഹാരം കുറയുകില്ല, ആവശ്യങ്ങളൊന്നുമേ മുടങ്ങുകില്ല. എൻ്റെ വീട്ടിൽ ആഹാരം കുറയുകില്ല, ആവശ്യങ്ങളൊന്നുമേ മുടങ്ങുകില്ല. എൻ്റെ ദൈവത്താൽ നിശ്ചയം അനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. തൻ്റെ വചനം പോലെ ഞാൻ ചെയ്യും, തൻ്റെ വഴിയിൽ തന്നെ നടക്കും. എന്നെ എതിർക്കുന്ന ശത്രുക്കളെല്ലാം ചിന്ന ഭിന്നമായി പോകും എൻ്റെ ദൈവത്താൽ. എന്നെ എതിർക്കുന്ന ശത്രുക്കളെല്ലാം ചിന്ന ഭിന്നമായി പോകും എൻ്റെ ദൈവത്താൽ. എൻ്റെ ആരോഗ്യം ദൈവദാനമല്ലോ, എൻ ശരീരവും അനുഗ്രഹിക്കപ്പെടും. എൻ്റെ ആരോഗ്യം ദൈവദാനമല്ലോ, എൻ ശരീരവും അനുഗ്രഹിക്കപ്പെടും. എൻ്റെ ദൈവത്താൽ നിശ്ചയം അനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. തൻ്റെ വചനം പോലെ ഞാൻ ചെയ്യും, തൻ്റെ വഴിയിൽ തന്നെ നടക്കും. ജീവിത പങ്കാളിയും എൻ്റെ മക്കളും എൻ്റെ സമ്പത്തും അനുഗ്രഹിക്കപ്പെടും. ജീവിത പങ്കാളിയും എൻ്റെ മക്കളും എൻ്റെ സമ്പത്തും അനുഗ്രഹിക്കപ്പെടും. എൻ്റെ നന്മയ്ക്കായി അവൻ സമൃദ്ധി നൽകും, എന്നെ വിശുദ്ധ ജനം ആക്കിയിടും താൻ. എൻ്റെ നന്മയ്ക്കായി അവൻ സമൃദ്ധി നൽകും, എന്നെ വിശുദ്ധ ജനമാക്കിടും താൻ. എൻ്റെ ദൈവത്താൽ നിശ്ചയം അനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. തൻ്റെ വചനം പോലെ ഞാൻ ചെയ്യും, തൻ്റെ വഴിയിൽ തന്നെ നടക്കും.